ഏറ്റവും കൂട്ടിൽ ബെഡ് ഇട്ടതിന് ശേഷം 2-3 തവണകളായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അവൻ ഭയങ്കര കംഫർട്ടായിട്ടാണ് കിടക്കണത്. സാധാരണ ഇങ്ങനെ ഡോറ് തുറന്നിടുകയാണെങ്കിൽ പുറത്താണ് അവൾ കിടക്കാറുള്ളത്. ബെഡ് ഉള്ളതുകൊണ്ട് ആളകത്തിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ആ ഒരു ഉറക്കം കാണാനും പ്രത്യേക രസമാണ് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കും പാവം കുഞ്ഞൂസെന്ന്. അവൾ അത്ര വലിയ പാവമൊന്നുമല്ല. അവൾക്ക് കിടക്കണമെങ്കിൽ ആ കുഞ്ഞു ചവിട്ടിയിൽ കിടക്കാം. പക്ഷേ അവൾ കിടക്കൂല. അവൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അവളത് കടിച്ച് നശിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. ഇടയ്ക്ക് മേട്ടൊന്ന് എണീറ്റ് കിടക്കുന്നുണ്ടെങ്കിലും മഴയുടെ സൗണ്ടും കാര്യങ്ങളായിട്ട് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ടെങ്കിലും ആൾ പക്ക ഓക്കെ ആയിട്ടാണ് കിടക്കണത്. കൊലായിക്ക് ചെന്നപ്പോഴോ ശങ്കരൻ മഴയുടെ പെട്ടെന്നുള്ള സൗണ്ട് ആയതുകൊണ്ട് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര കുറേയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആളങ്ങോട്ട് ഓക്കെ ആയി. പിന്നെ നേരെ അവർക്ക് അങ്ങോട്ട് ചോറ് കൊടുത്തു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ചിക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി മഞ്ഞപ്പൊടിയിലിട്ട് വേവിച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല. പറ്റില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി വരക്കണ്ട. ഫസ്റ്റ് ട്രൈ ആയിട്ടാണ് ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശങ്കരി മുഴുവനായിട്ട് കഴിച്ച് നോക്കുന്നുണ്ട്. കിട്ടുന്ന തക്കാളി കഷ്ണങ്ങൾ കഴിക്കുന്നുണ്ട്. അല്ലാതെ വേറൊന്നും കാര്യമായിട്ട് കഴിക്കുന്നതല്ല. എന്നാലും അവൾ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശങ്കരൻ അങ്ങനല്ല. ശങ്കരൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ചില സമയത്ത് കുഞ്ഞൂസിനെ പോലെ തന്നെയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. ശങ്കരി കണ്ടില്ലേ നീ എന്നെ പറ്റിച്ചല്ലേ എന്നുള്ളൊരു ഭാവത്തിൽ തപ്പിക്കഴിഞ്ഞതിന് ശേഷം എന്നെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ തൊട്ടടുത്തുള്ള JS മോട്ടോഴ്സിലേക്ക് പോയി. അവിടെയാണ് നമ്മളെ വണ്ടി പോളിഷിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വരകളൊക്കെ വീണിട്ടുണ്ടായിരുന്നല്ലോ. അത് പറ്റുന്ന രീതിയിലൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വൈകുന്നേരം കൊടുത്തു. രാത്രി തന്നെ നമ്മളെ വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരുപാട് വരകൾ കാണാണ്ടായപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം. അതുപോലെ തന്നെ നമ്മളെ വെന്യൂമിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടിന്നറൊക്കെ ഉപയോഗിച്ച് ആരോ ഉരതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉരതിന്ന് ആർക്ക് എന്ത് കിട്ടാനാണാവോ. എന്തായാലും അതൊന്ന് കയറ്റണം. എന്തായാലും 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ വെന്യൂയായിട്ട് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ വെന്യൂനെയും കൂടി ഒന്ന് കയറ്റണം. അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ. എന്തായാലും അവിടെയും ഇവിടെയും കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാനാക്കിയതല്ല, വേറെ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും നോക്കാം.